ഹലോ, അഞ്ജലീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ രാവിലത്തെ ഫുഡ് നമ്മുടെ ഗീതാ ഭവൻ ഹോട്ടലിൽ നിന്നാണ്. ഈസ്റ്റ് നടക്കാവുള്ള കാലിക്കറ്റ് ഗീതാ ഭവൻ ഹോട്ടൽ. ഞങ്ങൾ ഗീതാ ഭവൻ ഹോട്ടലിലേക്ക് എത്താനുള്ള കാരണം, മോള് പഠിക്കുന്നത് നടക്കാവ് പിന്നെ ലിറ്റിൽ ഹാർട്ട് സ്കൂളിലാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് ഒരു 1.5 മണിക്കൂറേ ക്ലാസ്സുള്ളൂ. അപ്പോൾ മോളെ ക്ലാസ്സിൽ വിട്ടിട്ട് ബാക്കി ആ ഒരു 1.5 മണിക്കൂർ ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ണേട്ടൻ പറഞ്ഞു, ഇവിടെ ഒരു അടിപൊളി ഹോട്ടലുണ്ട് ഗീതാ ഭവൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ ലേറ്റ് ആവില്ലേ വരുമ്പോഴേക്ക്? ഇല്ല, നമുക്ക് പോയിട്ട് അവിടെ നെയ്ച്ചോറും ചിക്കനും കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ രാവിലെ ഒരു 11 മണി ആ ഒരു നേരമായിട്ടേ ഉള്ളൂ. അപ്പോൾ അവിടെ എത്തിയപ്പം പൊറോട്ടയും ഈ കപ്പയും പുട്ടും പത്തിരിയും പിന്നെന്താ മുയലിറച്ചിയും താറാവും ബീഫും നാടൻ ചിക്കൻ കറിയും കോഴിക്കറി കേട്ടോ, എല്ലാം ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ എനിക്ക് കപ്പയും നാടൻ കോഴിക്കറിയും മതിയെന്ന്. അപ്പോൾ ഉണ്ണേട്ടൻ പറഞ്ഞു പൊറോട്ടയും നാടൻ കോഴിക്കറിയും മതിയെന്ന്. അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി. ഒരു രക്ഷയില്ല എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. ഞാൻ പുറത്ത് പോയി ഫുഡ് കഴിക്കുന്നത് എന്താ പറയുക, ഈ സ്ട്രീറ്റ് ഫുഡൊക്കെയാണ് എനിക്കിഷ്ടം. പക്ഷേ ഒരു എന്താ പറയുക, ഹോട്ടലിൽ പോയിട്ട് ഇത്രയും ടേസ്റ്റിൽ ഞാൻ എൻ്റെ അമ്മമ്മ വെക്കുന്ന നാടൻ കോഴിക്കറിയാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. അതുപോലെ ഒരു ടേസ്റ്റിൽ ഞാൻ കഴിച്ചത് ഇതാ ഈ ഗീതാ ഭവൻ ഹോട്ടലിൽ നിന്നാണ്. ബിന്ദുവേച്ചിയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് കേട്ടോ, ഞാൻ പരിചയപ്പെടുത്താം. ഞങ്ങൾ അടുക്കളയിലേക്ക് കയറി കേട്ടോ. ഞാൻ പറയും, പിന്നെ വോയിസ് കൊടുക്കും. ഓ ആയിഷി പറഞ്ഞോളി. മുയലില്ല അല്ലേ? മുയലിറച്ചിൻ്റെ എന്താ ബീഫ് ഫ്രൈ അല്ലേ? ബിന്ദേച്ചീൻ്റെ അച്ഛൻ തുടങ്ങിയ ഹോട്ടലാണ് ഗീതാ ഭവൻ. അച്ഛൻ ഇപ്പോൾ ഇല്ല, മരണപ്പെട്ടു. ബിന്ദേച്ചീൻ്റെ ചേച്ചിയാണ് ഗീത. അവർ 4 പെൺമക്കളാണ്. ഇപ്പോൾ ഇത് മെയിനായിട്ട് നടത്തുന്നത് ബിന്ദേച്ചി തന്നെയാണ്. ചേച്ചിയുടെ കസ്റ്റമറോടുള്ളതാണെങ്കിലും അവിടെ വർക്ക് ചെയ്യുന്നവരോടാണെങ്കിലും ഉള്ള പെരുമാറ്റം എടുത്ത് പറയേണ്ടതാണ്. ഒരു സ്നേഹത്തിലും മയത്തിലും അങ്ങനെ പോവുകയാണ്. കുറേ വർഷമായോ തുടങ്ങിയിട്ട്? അച്ഛനാണല്ലേ അത്? ആദ്യം മെയിൻ റോഡിലൊരു ഷോപ്പ് ഉണ്ട്, അത് പോയി പോയതാ റോഡ് വഴി. അറിയില്ല, മൂപ്പരാണ് ഇവിടെ ഇങ്ങനെ ഒരു ഷോപ്പ് ഉണ്ട്. പിന്നെ ഗീത എന്ന് പറയുന്നത് ചേച്ചിയാണ്. അച്ഛൻ്റെ കൂടെ കൂടി ഇതായി. എൻ്റെ കൂടെ എൻ്റെ മക്കളും നടത്തുന്നല്ലേ. ഉച്ചയ്ക്ക് ചോറും നെയ്ച്ചോറുണ്ട്, 250 രൂപ. പിന്നെ ചിക്കൻ പൊരിച്ച ഉണ്ടാവും. പിന്നെ ഞാൻ കാണിച്ചെന്നില്ല, അതിലുണ്ട് പോകുന്നുണ്ട്. കുറേ വർഷമായി തുടങ്ങിയിട്ട് 20 വർഷമായി. 15 കൊല്ലൊക്കെ ഇതിന്റെ മുന്നേ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾ കോഴിക്കറിയും കപ്പയും കഴിച്ച് സലാം പറഞ്ഞു പോയതാണ്. പിന്നീട് 3-4 ദിവസം കഴിഞ്ഞ് നെയ്ച്ചോറും ചിക്കനും കഴിക്കാനുള്ള കൊതിയിൽ ഇതാ വന്നെത്തിയിരിക്കുകയാണ് കേട്ടോ. നല്ല തിരക്കാണ്. പാപ്പൻ്റെ മോനും ഉണ്ട് കേട്ടോ കൂടെ. അപ്പോൾ ഇന്നത്തെ വിശേഷം കാണാം. ബിന്ദു ചേച്ചീനെ കണ്ടു. ഞങ്ങളിതാ ഫുഡ് കഴിക്കായിരുന്നു. നെയ്ച്ചോറും അതിൻ്റെ കൂട്ടത്തിലുള്ള ചിക്കൻ കറിയുമാണ്. നെയ്ച്ചോറും ചിക്കൻ കറിക്കും വെറും 50 രൂപയുള്ളൂ കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ നല്ല മീൻ ചമ്മന്തിയും അച്ചാറും പപ്പടവും സാലഡും ഉണ്ട്. 50 രൂപയ്ക്ക് ഇങ്ങനെ നെയ്ച്ചോറും ചിക്കൻ കറിയും കിട്ടുന്ന എവിടെ ഉണ്ട് എനിക്കറിയില്ല കേട്ടോ, ഞാനിതുവരെ പോയിട്ടില്ല. അപ്പോൾ അടിപൊളി നെയ്ച്ചോറും ചിക്കൻ കറിയും പപ്പടവും സാലഡും അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ ഒരു ചിക്കൻ പൊരിച്ചതും വാങ്ങിയിട്ടുണ്ട്. ചേച്ചീൻ്റെ സ്നേഹത്തിൽ ഞങ്ങൾക്കൊരു താറാവിറച്ചിയും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്നേഹത്തിൻ്റെ പേരിൽ മാത്രമേ. ഇനി ആരും വന്നിട്ട് താറാവിറച്ചി ഇതിൻ്റെ കൂട്ടത്തിൽ വേണമെന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ക്യാഷ് കൊടുക്കണേ. അപ്പോൾ ഇതാ ഓരോന്നും എടുത്ത് കഴിക്കാൻ തുടങ്ങുകയാണ്. പപ്പടവും സാലഡും ചമ്മന്തിയും ചിക്കൻ കറിയും കോഴി പൊരിച്ചതും കൂട്ടത്തിൽ ഞങ്ങൾക്ക്
നാടൻ കോഴിക്കറീൻ്റെ ഗ്രേവിയും തന്നിട്ടുണ്ടായിരുന്നു. താറാവും എല്ലാം കൂടെ കൂട്ടി കുഴച്ചൊരു പിടി പിടിക്കുകയാണ് കേട്ടോ. നമ്മുടെ കോഴിക്കോട് പാരഗണിലും റഹ്മത്തിലൊക്കെയാണ് ഞാൻ അങ്ങനെ ക്യൂ നിന്ന് വെയിറ്റ് ചെയ്തിട്ട് ഭക്ഷണം കഴിച്ചിട്ടുള്ളത്. അതിനുശേഷം നമ്മുടെ ഗീതാഭവനിലാണ് ക്യൂ നിന്ന് സ്വാദിഷ്ടമായ ഭക്ഷണം ഇരുന്ന് വയറ് നിറയെ കഴിച്ചത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇവിടെ എത്തണം. മോക്കൊരു കടല മിഠായും വാങ്ങി നാവിലെ രുചി മായാതെ ഞങ്ങൾ മടങ്ങി.